കള്ളിയങ്കാട്ട് നീലി. ഒരു ഐതിഹ്യം. പണ്ടൊരിടത്ത് ചോളദേശത്തുനിന്ന് കേരളത്തിലേക്ക് യാത്ര തിരിച്ച ഒരു കുടുംബം കാടിന്റെ ഭംഗി ആസ്വദിച്ചു നടന്നു. നീലിയും അവളുടെ ഭർത്താവ് കേശവനും അവരുടെ കുഞ്ഞ് ഉണ്ണിയും. കേശവന് നീലിയുടെ സൗന്ദര്യത്തിൽ വലിയ അഭിമാനമായിരുന്നു. യാത്ര കഠിനമായപ്പോൾ അവർ ഒരു കാഞ്ഞിരമരത്തിന്റെ തണലിൽ വിശ്രമിക്കാനിരുന്നു. നീലി ഭർത്താവിന്റെ മടിയിൽ തലവെച്ചുറങ്ങി. എന്നാൽ കേശവന്റെ മനസ്സിൽ ഒരു ദുഷ്ടചിന്ത ഉദിച്ചു. നീലിയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കണം. ആരും കാണാതെ കേശവൻ ഒരു വലിയ കല്ലെടുത്ത് നീലിയുടെ തലക്കടിച്ചു. അവൾ വേദനയോടെ നിലവിളിച്ചു. അവളുടെ ജീവൻ ആ കാഞ്ഞിരമരത്തിൽ ലയിച്ചു ചേർന്നു. കേശവൻ അവളുടെ ആഭരണങ്ങളുമായി ഓടിമറഞ്ഞു. നീലിയുടെ ആത്മാവ് കാഞ്ഞിരമരത്തിൽ ഒരു യക്ഷിയായി മാറി. അവളുടെ ഹൃദയം പ്രതികാരത്താൽ നിറഞ്ഞിരുന്നു. അതുവഴി കടന്നുപോകുന്ന പുരുഷന്മാരെ അവൾ വശീകരിച്ച് കൊന്നൊടുക്കി. ഒരു ദിവസം വേഷം മാറിയെത്തിയ കേശവനെ അവൾ കണ്ടു. അവൾക്കവനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അവളുടെ കണ്ണുകളിൽ തീവ്രമായ പക ആളിക്കത്തി. എന്നെ കൊന്നവനെ, നിനക്കുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവൾ അലറി. കേശവനെ അവൾ നിഷ്കരുണം കൊന്നൊടുക്കി. നീലിയുടെ ഭീകരത നാടെങ്ങും പടർന്നു. ആളുകൾ ഭയന്നു വിറച്ചു. ആരും ആ വഴിക്കു പോകാൻ ധൈര്യപ്പെട്ടില്ല. ഈ ദുഷ്ടശക്തിയെ നേരിടാൻ കഴിവുള്ള ഒരേയൊരു മാന്ത്രികൻ കല്ലൂർ നമ്പൂതിരിപ്പാടായിരുന്നു. അദ്ദേഹം നീലിയെ തളയ്ക്കാൻ തീരുമാനിച്ചു. കല്ലൂർ നമ്പൂതിരിപ്പാട് യക്ഷിയുടെ അടുത്തേക്ക് ചെന്നു. നീലി തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ നമ്പൂതിരിപ്പാടിന്റെ മാന്ത്രിക ശക്തിക്ക് മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒടുവിൽ നമ്പൂതിരിപ്പാട് അവളെ തളച്ച് ഒരു വലിയ പനമരത്തിൽ ആണിയടിച്ചുറപ്പിച്ചു. അതോടെ കള്ളിയങ്കാട്ട് നീലിയുടെ ഉപദ്രവം അവസാനിച്ചു. നാട്ടിൽ സമാധാനം തിരിച്ചെത്തി. Subscribe for more. Thank you. Ha 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 ha.